എന്നിട്ട് തൊപ്പിയും വെച്ച് ഞാൻ നടന്നോളാന്ന് പറയില്ല. പകരം ഞാനൊന്ന് പെടന്നു വീഴും, ഒരുത്തിനെയെങ്കിലും ഞാൻ എൻ്റെ അടിയിലിട്ട് ചീയിക്കും, എന്നിട്ടേ ഞാൻ പോകുള്ളൂ ഈ ലോകത്തുനിന്ന് കേട്ടോ. അത്തരമൊരു സാഹചര്യം വരുമെങ്കിൽ എനിക്ക് ആരിഫിനെ അല്ല RSSനെയാണ് വിശ്വാസം. ഹൈന്ദവ സമൂഹത്തിന് ഇത്രമാത്രം സംഘടിത ശക്തി ഉണ്ട് എന്നുള്ള കാര്യം പോങ്ങന് മനസ്സിലായത് ഇന്നലെയാണ്. വ്യാപകമായിട്ടുള്ള തെറി ഒറ്റക്കെട്ടായി ഐകകണ്ഠേനയാണ് പോങ്ങനിട്ട് തട്ടിത്തന്നത്. പോങ്ങനെ അനുകൂലിച്ച ആരുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു തെറ്റിദ്ധാരണയല്ല, പോങ്ങന്റെ ആശയവിനിമയ പാടവത്തിലുള്ള ഒരു പിഴവ് കൊണ്ട് സംഭവിച്ച കുഴപ്പമല്ല. പരിപൂർണമായിട്ടും എനിക്ക് പിശകി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ആരിഫിനെ നഫീസുമയെ പരാമർശിച്ചുകൊണ്ട് പോങ്ങൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇത്രമാത്രം എതിർക്കപ്പെടണമെങ്കിൽ തെറ്റുപറ്റിയത് പോങ്ങനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അനുമാനിക്കാൻ. സാധാരണ രീതിയിലാണെങ്കിൽ ഒരു തെറ്റുപറ്റിയാൽ അപ്പോൾ ആ നിമിഷം യാതൊരുവിധ ആലോചനയും കൂടാതെ, മടിയും കൂടാതെ, യാതൊരു ഇളിഭ്യതയും ചളിപ്പും കൂടാതെ അപ്പോൾ തന്നെ ക്ഷമ പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കുന്ന ഒരു ഏർപ്പാട് പോങ്ങനുണ്ട്. പക്ഷേ ഇത്രയും വ്യാപകമായ അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ സംഭവിച്ചിട്ടും പോങ്ങൻ ഉറപ്പായും കണിശമായും ക്ഷമ പറയില്ല. കാരണം പോങ്ങൻ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു തെറ്റും പോങ്ങൻ പറഞ്ഞിട്ടില്ല. എൻ്റെ തോന്നലുകളോ എൻ്റെ ചിന്തകളോ എൻ്റെ അഭിപ്രായങ്ങളോ പറയുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും പിശക് വന്നാൽ പിശകൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാനൊരു ബുദ്ധിരാക്ഷസനല്ല, അറിവിൻ്റെ അഗ്നി തുപ്പുന്ന ഒരു വൈജ്ഞാനിക വ്യാളിയല്ല ഈ പോങ്ങൻ എന്നുള്ള കാര്യം പലവട്ടം ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരിക്കലും ഞാനൊരു ബുദ്ധിമാൻ കളിച്ചിട്ടില്ല. ഞാൻ വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ഇതും വളരെ വൈകാരികമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വൈകാരികമായിട്ടാണ്. അതിനകത്ത് വസ്തുതകൾ ഇല്ലാതെ പോവാറില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇതുവരെയും എനിക്കുണ്ടായിട്ടുള്ള ഭാഗ്യം. ഇന്നലെ പക്ഷേ സംസാരിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വ്യാപകമായിട്ടുള്ള തെറി ഒന്നടങ്കം ഐകകണ്ഠേന ഹൈന്ദവ സമൂഹം മൊത്തമായിട്ടും വന്ന്, അല്ലെങ്കിൽ പോങ്ങന്റെ പ്രേക്ഷകരായിട്ടുള്ള ഹൈന്ദവ സമൂഹം മൊത്തമായിട്ട് വന്ന് എന്നെ തെറി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മാത്രം കുറ്റമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷെ ഞാൻ ക്ഷമ പറയാൻ ഒരുക്കമല്ല. കാരണം 15 മിനിറ്റിലധികമുള്ള ഒരു വീഡിയോ, അതിലെ ശരാശരി കാഴ്ച 3.41%. അത് മാത്രമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ചുരുങ്ങിയ രീതിയിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം സ്കിപ്പ് ചെയ്താണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. മുഴുവനായും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും കേൾക്കാനുള്ള ക്ഷമയില്ലാതെ, അല്ലെങ്കിൽ അതിനുള്ള സഹനശക്തി ഇല്ലാതെ, ഒരു മുൻവിധിയോടുകൂടി പോങ്ങൻ ഇതാണ് പറഞ്ഞത് എന്നുള്ള ധാരണയോടുകൂടി വന്ന് കമന്റ് ബോക്സിൽ മെഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ പ്രതികരണം അത് ഒരു കൂട്ടമായിട്ട്, ഒരു വലിയ സംഖ്യ ആയാൽ പോലും തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ പതറേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ എനിക്ക് തെറ്റുപറ്റിയെന്ന് വിചാരിക്കേണ്ട കാര്യവുമില്ല. സാധാരണ എനിക്ക് ധാരാളമായിട്ട് തെറ്റുകൾ പറ്റാറുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ, എൻ്റെ മനോഭാവത്തിൽ, എൻ്റെ വിചാരത്തിൽ, ഞാൻ അവതരിപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പിശകുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആരിഫ് ഹുസൈനെ കുറ്റമല്ല പറഞ്ഞത്, ആരിഫ് ഹുസൈൻ്റെ രീതി തെറ്റെന്നല്ല പറഞ്ഞത്. ആരിഫ് ഹുസൈന് അത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ആ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അദ്ദേഹം വിനിയോഗിക്കുന്നതിൽ അനുമോദിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പറ്റിയ ഒരേ ഒരു പിശക് എന്ന് പറയുന്നത് ആരിഫ് ഹുസൈൻ്റെ മുഴുവൻ വീഡിയോകളും വള്ളിപുള്ളി വിടാതെ കണ്ടുകൊണ്ടിരുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വേണമെങ്കിൽ കരുതലെടുക്കാമായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ സമൂലം വിമർശിക്കുകയല്ല ചെയ്തത്. പകരം ഹിന്ദു എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള വ്യക്തികൾ അതിരുകടന്ന നിലയിൽ ഒരു സമുദായത്തെ പഴിച്ചും പരിഹസിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ഹൈന്ദവ നാമധാരികൾ ചെന്ന് കൂട്ടമായിട്ട് പ്രതികരിക്കുമ്പോൾ അതൊരിക്കലും ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് ഗുണം ചെയ്യുന്ന, ഒരു ആരോഗ്യപരമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിന് ഗുണം ചെയ്യുന്ന നീക്കമല്ല എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് പറഞ്ഞു വെച്ചതെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റായി പോവാറുണ്ട്, തെറ്റായി മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്രത്തോളം കൂട്ടത്തോടുകൂടി വ്യാപകമായ നിലയിൽ ഒരു അനുകൂല അഭിപ്രായം പോലും വരാത്ത നിലയിലേക്ക് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിശക് തീർച്ചയായിട്ടും എൻ്റേത് ആവണം. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. കാരണം സമൂഹത്തിന് അത്രയും ഒറ്റക്കെട്ടായിട്ടൊരു പിശക് സംഭവിക്കില്ല. എങ്കിൽ പോലും ഞാനതിൽ ക്ഷമ പറയുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശം വളരെ നല്ലതായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനകത്ത് അത് അവസാനം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പോങ്ങൻ എന്തോ അസൂയ, കുശുമ്പ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന്. ഞാൻ ആരിഫിൻ്റെ വളർച്ചയെ, അത് ഏത് നിലയിൽ, സാമൂഹ്യമായിട്ടുള്ള വളർച്ചയായാലും യൂട്യൂബർ എന്ന നിലയിലുള്ള വളർച്ചയായാലും അതിൽ ആരുടെ വളർച്ചയും സന്തോഷിക്കുന്ന ഒരാളാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പോങ്ങുമൂടൻ എന്ന് പറഞ്ഞ രീതിയിൽ ബ്ലോഗ് എഴുതുന്ന കാലത്ത് പോലും വളരെ ഒളിഞ്ഞിരുന്ന ഒരാളാണ്, പമ്മിയിരുന്ന ഒരാളാണ്. ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല.
നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തരം പ്രകടനം കൊണ്ടും വരാൻ പോകുന്ന ഒരാളുമല്ല. ഞാൻ വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആവശ്യത്തിലധികം വളർച്ച തരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ 2,52,000 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 2,52,000 പോങ്ങന്മാരില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. 10,000 ആളുകളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ ഈ കേരളത്തിലുണ്ട്. അതിൽ ഈ 2.5 ലക്ഷം പോങ്ങന്മാരുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്നെ വിട്ടുപിടിക്കുക. അസൂയ കുശുമ്പ് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മത്സരബുദ്ധി ആരുമായിട്ടും ഒരു ഈ യൂട്യൂബർ എന്ന നിലയിൽ ആരുമായിട്ടും പോകാൻ ഒരു മത്സരബുദ്ധിയും നടത്തുന്നില്ല. എല്ലാവരും വളരട്ടെ, എല്ലാവരും പണം ഉണ്ടാക്കട്ടെ. ആ പണമൊക്കെ വരുന്നത് കേരളത്തിലേക്കാണല്ലോ, അല്ലേ? യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾക്ക് പോലും പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഡോളർ അങ്ങനെയുള്ള ആളുകൾക്കും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് പണം വന്നോട്ടെ. എനിക്കതിൽ വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളുടെ സാമ്പത്തിക രംഗമാണ് അഭിവൃദ്ധിപ്പെടുന്നത്. അത് ഏത് വ്യക്തിയായാലും അവർ പണം ഉണ്ടാക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അവർ സാമൂഹ്യ മൂല്യം നേടിയെടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് അസൂയ തോന്നേണ്ടതുള്ളൂ. ലഭിച്ച അവസരങ്ങൾ പോലും തീർച്ചയായിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റെ ജീവിതം വളരെ സന്തോഷകരമായി സമാധാനപൂർണ്ണമായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് ആവശ്യത്തിലധികം വളർച്ച തരപ്പെട്ടു. 132 കിലോ ശരീരഭാരം വരെ ഞാൻ വളർന്നു. ഇപ്പം താഴേക്ക് കുറച്ച് ശ്രമിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 6 അടി ഉയരമുണ്ട്. പോരെ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള വളർച്ച? അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്ക് വളരേണ്ട കാര്യമില്ല. പിന്നെ ആരുടെ മുന്നിലാണ് വളരേണ്ടത്? നമുക്ക് ബഹുമാനം തോന്നുന്ന വ്യക്തികൾ, നമുക്ക് ആദരവ് തോന്നുന്ന വ്യക്തികൾ, അവരുടെ മതിപ്പ് നമുക്കുണ്ടാകുന്നുണ്ടോ, അവരുടെ പ്രിയത്തിൽ നമ്മൾ പാത്രമാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയുള്ള വിവേകശാലികളായിട്ടുള്ള എനിക്ക് അങ്ങനെ എൻ്റെ ആദരവിന് പാത്രമാകുന്ന പല മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും എന്നോട് കുറച്ചൊക്കെ പ്രിയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മതി. എനിക്ക് വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്നും ആവേണ്ടതില്ല. പിന്നെ ഇത്തരമൊരു ചാനലിന്റെ മുന്നിൽ പോങ്ങൻ വന്നു പെട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും ക്യാമറയുടെ പിന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഈ ചാനൽ പോലും അബദ്ധവശാൽ സംഭവിച്ചതാണ്. അവിടെ ഒരിക്കലും അവതാരകനായിട്ട് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി. അതിന്റെ ചരിത്രം കേൾക്കാൻ താല്പര്യമുള്ളവർക്കോട് പിന്നീട് സ്വസ്ഥമായിട്ട് പറഞ്ഞോളാം. അപ്പോൾ അതുകൊണ്ട് അസൂയ കുശുമ്പ് എന്ന് പറഞ്ഞാൽ വളിച്ച വർത്തമാനം പോങ്ങൻ്റെ അടുത്ത് ഇറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ അനർഹമായതൊന്നും ആർജിച്ച് അനുഭവിക്കില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവവും എനിക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ മൈക്കൊന്ന് താഴെ വെച്ചിട്ട് ഞാൻ ഒന്ന് പോയിട്ടൊരു സാധനം കാണിക്കാം. ഒരു സെക്കൻഡ് പോവല്ലേ. ഫോക്കസ് ഔട്ടായോ എന്തോ എൻ്റെ പാട്ട് ഒരിക്കലും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ആവോ? ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു പെട്ടിയാണ്. ഇത് ഒരു 1.5 വർഷം മുൻപ്, 1.5 2 വർഷത്തോളമായി ഈ യൂട്യൂബർമാർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണത്. അത് സമ്മാനമൊന്നുമല്ല, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തരുന്ന ഒരു കാര്യം മാത്രമാണ്. 1 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ആയ സമയത്ത് നമ്മളോട് അവർ പറയും, പ്ലേ ബട്ടൺ ലഭിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, മേൽവിലാസം വിടുകയാണെന്നുണ്ടെങ്കിൽ അയച്ചു തരാമെന്ന് പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെ കിട്ടിയൊരു സാധനമാണ്. ഒരു കൗതുകത്തിന് അയച്ചുവെങ്കിൽ പോലും പ്ലേ ബട്ടൺ എന്താണെന്ന് അറിയാനുള്ള കൗതുകം മാത്രമാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഞാനത് അർഹിക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടിയതല്ല, അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ആ പ്ലേ ബട്ടണിൽ എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത് ശ്രീ ഷാജൻ സ്കറിയയ്ക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനശേഷിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അദ്ദേഹം എന്നെ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രമാത്രം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായത്. 2 തവണ അദ്ദേഹം പോകനെ പരാമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വന്നു, കാഴ്ചകൾ വന്നു. ഞാൻ 2,52,000 സബ്സ്ക്രിപ്ഷൻ അർഹിക്കുന്ന ഒരാളല്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാധനം, ഈ പ്ലേ ബട്ടൺ എടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയോ പ്രതിഷ്ഠിക്കുകയോ ചെയ്യാത്തത്. അതെൻ്റെതല്ല എന്നുള്ള ബോധ്യം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത് തുറക്കണമെന്നായിരുന്നു. എനിക്കത് സാധിച്ചില്ല, എനിക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് എൻ്റെതാണ് എന്ന് ഞാൻ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു മനസ്സുള്ള, ഒരു ചിന്താഗതിയുള്ള, ഒരു മനോഭാവമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അസൂയ കുശുമ്പ് എന്നൊക്കെ പറയുന്ന പോടാ മൈന്മാരെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും അല്പത്തരം പറയരുത്. അതുപോലെ തന്നെ 24 മണിക്കൂർ സമയം ഞാൻ ഇനി ഈ ചാനലിൽ ഞാൻ ഒരു വീഡിയോയും ചെയ്യാൻ പോകുന്നില്ല. 24 മണിക്കൂർ സമയം അൺസബ്സ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. 24 മണിക്കൂറിനകം നിങ്ങൾക്ക് എത്ര പേർക്കും വേണമെങ്കിൽ ഇവിടുന്ന് പോവാം. അവസാനത്തെ ആളും, അതായത് ഞാൻ മാത്രമാകുന്ന ഒരു അവസ്ഥ വരും. ഞാനും ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ട്. ഒരാളാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ സംസാരിക്കും, അപ്പോഴും ഞാനിവിടെ തുടരും. പക്ഷെ എനിക്ക് കൂടി തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന് തോന്നുന്ന നിമിഷം എൻ്റെ സബ്സ്ക്രൈബർ പട്ടിക എന്ന് പറഞ്ഞത് 0 ആക്കും. അതിനുശേഷം ഞാൻ സംസാരം നടത്തും.
അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹൈന്ദവർ ഒറ്റക്കെട്ടായി എന്നെ അങ്ങോട്ട് പുളുത്തി എന്ന് ഉള്ള വിചാരമില്ല. ഞാനിത് 2016 തോന്നുന്നു ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്നെ കമ്മികളും സുഡാപ്പികളും മാത്രമല്ല, സംഘികളും കൊങ്ങികളും സുഡാപ്പികളും കമ്മികളും എല്ലാം കൂടി ഒരുമിച്ച് ചീത്ത വിളിക്കുന്നൊരു കാലം വരുമെന്ന്. അത് ഞാൻ 2015 16 ഞാൻ ഒരു പ്രവചന ബുദ്ധിയോടുകൂടി എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല. ഇവിടെയും അത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനിതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട്, ഇത് ചപ്പളാച്ചി വർത്തമാനമാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പോരടി നടത്താനുള്ള അർഹത എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഒരു നിമിഷം. എത്ര ഗതികേടാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ, എനിക്ക് ഇത്രയും അവിവേകികളായിട്ടുള്ള ആളുകൾ ഈ ലോകത്തുണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. ഇത് ഗോപൻ നെയ്യാർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിങ്ങനെ ഒരു മറുപടി തന്നിരിക്കുന്നത്. ഒരിക്കൽ എനിക്ക് ഹിന്ദുവാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നിലവിൽ ഞാനൊരു ഹിന്ദുവല്ല, കാരണം അത്രയ്ക്ക് സംസ്കൃതീകരിക്കപ്പെട്ട മനുഷ്യനല്ല ഞാനെന്നാണ് ഒരു പ്രയോഗം ഇന്നലത്തെ വീഡിയോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്, പോങ്ങൻ ഒരുപാട് നാൾ കഷ്ടപ്പെടേണ്ടി വരില്ല, ഒരു 22 വർഷം കൂടിയേ വേണ്ടൂ. അപ്പോഴേക്കും 2000 കൂടി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പോങ്ങന് ആ സമയത്ത് 70 വയസ്സ് തികഞ്ഞിരിക്കില്ല. സുഡാപ്പികൾ കേരളം പിടിക്കും, ടിപ്പു മോൻ മലബാർ പിടിച്ച പോലെ, അങ്ങ് വടക്ക് അവന്മാർ കാശ്മീർ പിടിച്ച പോലെ. അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നാലാവുന്ന പണിയാണ് ആരിഫ് എടുക്കുന്നത്. ഒരു തമാശയ്ക്ക് പോങ്ങൻ തൊപ്പിയും വെച്ച് മീശയും പഠിച്ച് നടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കുന്നുണ്ട്. താടി ഇങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ മതി. ഇതിനകത്ത് വലിയ തമാശയൊന്നുമില്ല. പക്ഷേ ആ ശ്രമം, തമാശ പറയാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. 2047 അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുള്ള ഇതുപോലുള്ള ഹൈന്ദവന്മാരുടെ കുറ്റമാണ്. ആരിഫിനെ അല്ല ആ പണി ഏൽപ്പിക്കേണ്ടത്. ആ പണി ആരിഫിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു പണിയല്ല. RSS പോലൊരു വലിയ സംഘടന ഈ രാജ്യത്തുള്ളപ്പോൾ അവർ ചെയ്യേണ്ട ഒരു ജോലി ആരിഫാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ സമൂഹത്തിന്റെ പാപ്പരത്വമാണ്, പരാജയമാണ്, വിവരദോഷമാണ്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ തൊലിയുരിയാണ്. ഞാൻ ഈ സമുദായത്തിൽ നിന്ന് രാജിവെക്കുകയാണ്. ഗോപൻ നെയ്യാർമാരെ പോലുള്ള ആളുകളുള്ള ഒരു സമുദായത്തിൽ അതിലൊരംഗമായിട്ട് ഞാൻ നിൽക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഒരു പേടിയില്ല കേട്ടോ. ഇനി അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാമാനം നീട്ടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തല തന്നെ നീട്ടിക്കൊടുക്കും. കഴുത്ത് കണ്ടിച്ചോട്ട് പൊക്കോട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ. സാമാനത്തിൻ്റെ തുമ്പ് വെട്ടാൻ ഞാൻ അനുവദിക്കില്ല. അതാണ് എൻ്റെ ഒരു നിലപാട്. അതിനി എത്ര പേർ വന്നു കഴിഞ്ഞാലും. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് എത്ര വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴത്തെ ഒരു ശാരീരിക സ്ഥിതി എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പെടന്ന് വീണ് കൊടുത്താൽ മതി, ഒരുത്തിനെങ്കിലും എൻ്റെ അടിയിൽപ്പെട്ടു പോകും. എൻ്റെ നിഴല് വീണാൽ പോലും ചത്തുപോകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളതായിരുന്നു കുറച്ചു കാലം മുന്നേ. ആ നിഴലിന് പോലും അത്രയും ഭാരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞാൻ പേടിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഒരു കാലത്തും പേടിക്കില്ല. അത്രയും ഒരു സാഹചര്യം വന്നാൽ സ്വയം തീരും. എന്നാൽ പോലും അങ്ങനെ സാമാനത്തിൻ്റെ തുമ്പ് ചെത്തി തൊപ്പിയും വെച്ച് നടക്കില്ല ഈ പോങ്ങൻ കേട്ടാ. നിങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളുള്ളതാണ് എനിക്ക് പേടി, അവരെയല്ല പേടി. ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഹൈന്ദവരാണ് പ്രശ്നം. ആരിഫ് രക്ഷിക്കുമെന്ന് RSS എന്ന് പറയുന്ന സംഘടന ഇവിടെയുണ്ട്, ദേശീയ ബുദ്ധിയുള്ള സംഘടന. അവർ ചെയ്യേണ്ട പണിയാണ്. അത് ആരിഫിന്റെ തലയിലാണോ വെച്ച് കൊടുക്കണ്ടേ? ആരിഫിന്റെ യുക്തിബോധത്തെയോ നാസ്തിക ബുദ്ധിയെയോ ഒന്നും പൊങ്ങൻ സംശയിക്കുകയോ അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ടവരെ ഏതെങ്കിലും നിലയിൽ അപഹസിക്കുന്നതിലും തെറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മതത്തെ പൂണ്ടടക്കം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ കീഴെ പോയിട്ട് ഹൈന്ദവ നാമധാരികൾ ആർത്തലയ്ക്കുമ്പോൾ ആ സമൂഹത്തിന് തോന്നുന്ന വെറുപ്പുണ്ടല്ലോ ഈ സമുദായത്തോട്, അത് എത്ര വലുതായിരിക്കും? അത് മാത്രമേ വിചാരിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ ജോലി ചെയ്തോട്ടെ. ഞാൻ ആ നഫീസുമയെ കുറിച്ച് പറഞ്ഞത് എന്ത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്? അത്തരം ആളുകൾ വളർന്നു വരണം. ആ മനോഭാവമുള്ളവർ ശക്തിപ്പെട്ടു വരണം. മതത്തിന്റെ പിടിയിൽ നിന്ന് അകന്നു പോകണം. അമ്മയുടെ മുലപ്പാൽ കുടിക്കും മുന്നേ മതപ്പാൽ കുടിക്കുന്നത് നിർത്തലാക്കാൻ ഇവിടെ എന്ത് നടക്കാതെ പോകുന്നത്? 3ാമത്തെ വട്ടമല്ലേ BJP ഇവിടെ ഭരണത്തിലിരിക്കുന്നത്? ഉണ്ണി ഉൽപാദനം 2ൽ കവിയാതെ നോക്കാൻ എന്തുകൊണ്ടാണ് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റാത്തത്? ചുമ്മാ ഒരു സമുദായത്തെ വെറും പന്നികളെ പോലെ പെറിയിപ്പിച്ച് വിടുക, അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. എന്നിട്ട് 2047 ആകുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ അങ്ങ് പിടിക്കുമെന്ന് പറയുക, നമ്മുടെ കൊല ചെത്തിക്കൊണ്ട് പോകുമെന്ന് പറയുക, അല്ലെ കൊലത്തുമ്പ് ചെത്തുമെന്ന് പറയുക, പേടിച്ച് വിറങ്ങലിച്ചിരിക്കുക. 15 മിനിറ്റ് നേരം സംസാരിച്ച കാര്യത്തിനകത്തെ 3 മിനിറ്റ് പോലും കാണാൻ ക്ഷമയില്ലാതെ വന്നിട്ട് തംനെയിൽ കണ്ടിട്ടും തലക്കെട്ട് കണ്ടുകൊണ്ടും ഒരു നിഗമനത്തിലെത്തി പോങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വരിക. നിങ്ങൾ ഈ കാണിക്കുന്ന ആവേശത്തിന്റെ പകുതി മതിയല്ലോ ഈ സമുദായം നന്നായിട്ട് പോവാൻ. എന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന്റെ പകുതി മതിയല്ലോ ഈ സമൂഹം നന്നായിട്ട് പോവാൻ. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ആരിഫിനെ കുറ്റം പറഞ്ഞതല്ല. ആരിഫിനോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് അസൂയ തോന്നാൻ പറ്റുന്ന രീതിയിൽ.
ഞാൻ തടുത്തുകയാണ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ 24 മണിക്കൂർ സമയം, ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക, അത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലേ ബട്ടൺ പോലും എടുത്ത് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ. എനിക്ക് കിട്ടി സാർ, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളുടെ മുന്നിൽ. മൈക്ക് താഴെ പോയോ? ഞാൻ കാണിച്ചിട്ടില്ല പ്ലേ ബട്ടൺ എടുത്ത്. ഞാൻ ഒരു പൊങ്ങച്ചവും കാണിച്ചിട്ടില്ല. അർഹതയില്ലാത്ത ഒന്നും ആർജിച്ച് അനുഭവിക്കില്ല ഞാൻ. എനിക്ക് അസൂയ തോന്നേണ്ട കാര്യമില്ല. അസൂയ തോന്നണമെങ്കിൽ തന്നെ അതിനും പൊങ്ങന് ചില നിലവാരമുണ്ട്. പൊങ്ങന്റെ ആദരവ് തോന്നുന്ന ചില ആളുകളുണ്ട്, അവരോട് വേണം എനിക്ക് അസൂയ തോന്നാം. പക്ഷെ എന്നാലും എനിക്കില്ല, അസൂയ കുശുമ്പൊന്നും എൻ്റെ സ്വഭാവത്തിലില്ല. ഈ സമൂഹത്തിൽ ഒരു തരത്തിലും ആളാവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, കേട്ടോ. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നുമില്ല. നിർത്തുന്നു തൽക്കാലം. 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇവിടെ വരുന്നില്ല. നാക്കുളക്കി പോയി. 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇവിടേക്ക് വരുന്നില്ല. അൺസബ്സ്ക്രിപ്ഷൻ അങ്ങനെ അങ്ങ് നടന്നോട്ടെ അനസ്യൂതം, കേട്ടോ. ടാറ്റ. എൻ്റെ പിടിക്കിന് അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. ആ പിടുക്കുതുമ്പ് വേറെ ആർക്കും കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു ആൾക്കൂട്ടം വന്നാൽ എൻ്റെ പിടുക്കുതുമ്പ് ചെത്തിക്കോ എന്നിട്ട് തൊപ്പിയും വെച്ച് ഞാൻ നടന്നോളാന്ന് പറയില്ല. പകരം ഞാനൊന്ന് പെടന്നു വീഴും. ഒരുത്തിനെയെങ്കിലും ഞാൻ എൻ്റെ അടിയിലിട്ട് ചീയിക്കും. എന്നിട്ടേ ഞാൻ പോവുള്ളൂ ഈ ലോകത്തുനിന്ന്, കേട്ടോ. ഒരുത്തിനും ബലപ്രയോഗത്തിലൂടെ എന്നെ മതം മാറ്റാനും കഴിയില്ല. എൻ്റെ ലിംഗത്തുമ്പ് ചെത്താനും പറ്റില്ല. നന്ദി. നിങ്ങളെപ്പോലുള്ള ഈ അവശ ഹൈന്ദവരുണ്ടല്ലോ, ഈ ഭീരു ഹൈന്ദവർ, അത്തരമൊരു സാഹചര്യം വരുമെങ്കിൽ എനിക്ക് ആരിഫിനെ അല്ല RSSനെയാണ് വിശ്വാസം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ ഹൈന്ദവതയും ദേശീയ ബുദ്ധിയൊക്കെ അളന്നു കഴിഞ്ഞാൽ അല്പസ്വല്പം കുഴപ്പമില്ലാത്ത നിലയിൽ എൻ്റെ ഉള്ളിലും അതൊക്കെ ഉണ്ടാകുമായിരിക്കും.